ഹായ് ഡിയേഴ്സ്, ഇതൊരു കോട്ടൻ്റെ ചുരിദാർ ബിറ്റായിരുന്നു കേട്ടോ. ഇത് ടോപ്പിന് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ഈ ഒരു പീസ് ഉപയോഗിച്ചിട്ട് ജീൻസിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. എല്ലാ ചുരിദാർ ബിറ്റിലും ഇതുപോലെ ബാലൻസ് ഉണ്ടാവില്ല കേട്ടോ. ചിലതിലൊക്കെ സ്ലീവിന് തന്നെ തികയാത്ത കോലത്തിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇതിപ്പോൾ ബിറ്റ് കുറച്ച് വീതി ഉള്ളതായതുകൊണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ട ആൾ വലിയ തടിയില്ലാത്ത ആളായതുകൊണ്ടും സ്ലീവിന് ഇറക്കം വേണ്ടാത്തതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇത്രയധികം തുണി ബാക്കി വന്നത്. 11 വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ട് ഷോൾഡറിൽ സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളൊരു ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 4 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കുട്ടിയുടെ ചെസ്റ്റ് അളവ് വരുന്നത് 28 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗത്തിലൂടെ തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 9 ഇഞ്ചിലാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ഈ ഒരു കോർണറിൽ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 14 ഇഞ്ചാണ് കേട്ടോ. ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് 4 ഇഞ്ച് വീതിയിൽ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന 10 ഇഞ്ച് ലെങ്ത്തിലൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 11 ഇഞ്ചിലാണ് ഞാനിതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. കുട്ടിയുടെ അരവണ്ണം 24 ഇഞ്ച് ആയതുകൊണ്ട് താഴ്ഭാഗത്ത് 8 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ചെസ്റ്റ് അളവിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ചേർത്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രാപ്പാണ് കേട്ടോ ഈ ഒരു ടോപ്പിൽ കൊടുക്കുന്നത്. തയ്യൽ തുമ്പടക്കം 3.5 ഇഞ്ച് വീതിയും 9 ഇഞ്ച് ലെങ്ത്തിലുമുള്ള ഒരു പീസാണ് ഞാൻ അതിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ടോപ്പിന് താഴെയായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാൻ 5 ഇഞ്ച് വീതിയിലുള്ള 2 പീസുകൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്ന ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി സ്ട്രാപ്പ് കൊടുക്കാനുള്ള ഈ ഒരു പീസിനെ സെൻറ്ററിൽ മടക്കിയിട്ട് അതിൻ്റെ ഓപ്പണായി കിടക്കുന്ന 2 വശങ്ങളിൽ നിന്ന് 4 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം ഇതുപോലെ വെച്ചിട്ടൊന്ന് 2 സൈഡിൽ നിന്നും 4 ഇഞ്ച് വീതം വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലൈനിങ്ങിനായിട്ട് കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഇവിടം വരേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ചിൽ തട്ടാത്ത വിധം കത്രിക ഉപയോഗിച്ചൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചെടുത്തിട്ട് പതിച്ച് തയ്ച്ചെടുക്കാം. ഇനി സെയിം രീതിയിൽ തന്നെ ബാക്ക് പീസും കൂടി ചെയ്തെടുക്കാം. ശേഷം ടോപ്പിൻ്റെ ഉൾവശത്തായിട്ട് അളവുകൾ രേഖപ്പെടുത്തിയിട്ട് ഒരു സൈഡ് മാത്രം കൂട്ടിയടിക്കാം. ശേഷം നമ്മൾ താഴ്ഭാഗത്ത് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിൻ്റെ താഴ്ഭാഗം 4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫ്രില്ലിട്ടെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ബോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.